പ്രവാസി ഇന്ത്യ ലീഗൽ സർവീസ് സൊസൈറ്റി UAEയിലെ 30ഓളം മലയാളി പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെ ദുബായ് MSS ഹാളിൽ പ്രവാസികൾക്കായി നീതിമേള സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ UAEയിലെ പ്രമുഖ അഭിഭാഷകനായ ഡോക്ടർ ഹാനി ഹമൂദ ഹാജാജ് ഉദ്ഘാടനം നടത്തി. വിസ നിക്ഷേപക തട്ടിപ്പുകൾ, അനധികൃത റിക്രൂട്ട്മെന്റ്, പാസ്പോർട്ട് വിസ കാലാവധി കഴിഞ്ഞവർ, ജയിലിൽ കഴിയുന്നവർ, നാട്ടിൽ പോകാൻ നിയമതടസ്സമുള്ളവർ എന്നിങ്ങനെയുള്ള 100ഓളം പരാതികളാണ് നീതിമേളയിൽ പരിഗണിച്ചത്. 15 അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും അടങ്ങിയ 5 ടീമുകളിലായാണ് പരാതികൾ കേട്ടത്. മോഹൻ വെങ്കിട്ട് ചെയർമാനും അഡ്വക്കേറ്റ് അസീസ് തോലേരി കൺവീനറുമായ മോണിറ്ററിംഗ് കമ്മിറ്റി തുടർ നടപടികൾക്ക് നേതൃത്വം നൽകും. പ്രവാസി നീതിമേള UAEയിലുള്ള മലയാളികൾക്ക് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകരുടെ സഹകരണത്തോടുകൂടി ഞങ്ങളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ തികച്ചും സൗജന്യമാണ്. അപ്പോൾ അതിനുള്ള പരാതികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, പാസ്പോർട്ട് ഇല്ലാത്തവർ, അതുപോലെ തന്നെ ജയിലിൽ കുടുങ്ങിയവർ, അനധികൃത റിക്രൂട്ട്മെന്റിൽ പെട്ടവർ, വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, നിക്ഷേപ തട്ടിപ്പുകൾ, അതോടൊപ്പം തന്നെ നാട്ടിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, ഗാർഹിക പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് നിയമപരമായ സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീതിമേള ഇവിടെ പ്രവാസ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കൺസെപ്റ്റാണ് നീതിമേള. അപ്പോൾ ഇതില് സേവന സന്നദ്ധരായിട്ടുള്ള അഭിഭാഷകരും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും ഒന്നിച്ച് നടത്തുന്ന ഒരു നീതിമേളയാണ് ഇവിടെ ആദ്യമായിട്ട് സംഘടിക്കപ്പെടുന്നത്. ഇവിടെയുള്ള പരാതിക്കാരുടെ ബാല്യം കാണുമ്പോൾ ഇവിടെ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് അനവധി ആളുകൾ കഴിയുന്നുണ്ട്. നമ്മുടെ ഈ നിയമ മേഖലയിലുള്ള സാമ്പത്തിക ചിലവൊക്കെ പരിഗണിക്കുമ്പോൾ അവരൊക്കെ അത് മൂടി വെച്ച് ജനങ്ങൾ കഴിയുകയാണ്. അവർക്ക് ഒരു സാന്ത്വനം എന്നോണമാണ് ഈ നീതിമേള നടത്തുന്നത്. എല്ലാവർക്കും നല്ല വിദഗ്ധോപദേശങ്ങളാണ് ഇവിടെ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകർക്കും ഇതിന് പങ്കുചേർന്ന മുഴുവൻ അഭിഭാഷകർക്കും ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുകയാണ്. പ്രവാസി ഗൈഡ് ഗ്രന്ഥകാരൻ അഡ്വക്കേറ്റ് ഷാനവാസ് കോട്ടകത്ത്, മുതിർന്ന അഭിഭാഷകൻ KS അബ്ദുൾ അസീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എൻലൈറ്റ് ന്യൂസ്, ദുബായ്.